നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു കൊച്ചു വേറെ ഉണ്ടായിട്ടും നീ മനസ്സിൽ കൊണ്ട് നടക്കുന്ന വിഷ്ണുവേട്ടനെ തന്നെ ഒരു സംശയവും വേണ്ട, ഞാൻ സ്വന്തമാക്കിയിരിക്കും. മാഡത്തിന്റെ ഹസ്ബൻഡ് വിവാഹം കഴിച്ചു എന്ന് പറയുന്നില്ലേ? അതേ കാർത്തിക തന്നെ. തൊട്ടു പോരുത് എന്റെ കുഞ്ഞിനെ. തൊട്ടാ നീ എന്ത് ചെയ്യും? പറയണേ, എന്ത് ചെയ്യുന്നു? ഇവൾ എന്റെ മുറി കയറി എന്താ ചെയ്തെന്ന് നിനക്കറിയോ? ഇവളെ തല്ലുമല്ല കൊല്ലുക വേണ്ടേ? എടി, നീ എന്നെ വീണ്ടും തല്ലിയല്ലേ? ഇവിടെ വന്ന് എന്നെ തല്ലാ മാത്രം എന്ത് അവകാശം നിനക്ക്? നിന്റെ അധികാരം അവകാശമൊക്കെ അവിടെ ശാരദമ്മയുടെ വീട്ടില്. ഇതിപ്പോ എന്റെ വീടാ. എന്റെ ഭർത്താവാകാൻ പോകുന്ന വിഷ്ണുവേട്ടനും വിഷ്ണുവേട്ടന്റെ ഫാമിലിയും ഞാനും താമസിക്കുന്ന വീട്. നിന്റെ വിഷ്ണുവേട്ടനോ? അത് നീ മാത്രം അങ്ങ് വിചാരിച്ചാ മതിയോ? മതി, ഞാനും സത്യമ്മേ മാത്രം വിചാരിച്ചാ മതി. വിഷ്ണുവേട്ടൻ പോലും വിചാരിക്കണ്ട. അറിയാലോ നിനക്ക് സത്യമേ. ഇനി അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞോ, നാളെ ഞങ്ങളുടെ വിവാഹത്തിനുള്ള മുഹൂർത്തം കുറിക്കുക. പിന്നെ ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ ഞങ്ങളുടെ കല്യാണവും. അത് നാളെ തന്നെയെങ്കിൽ നാളെ തന്നെ. ഒരു കൊച്ചു വേറെ ഉണ്ടായിട്ടും നീ മനസ്സിൽ കൊണ്ട് നടക്കുന്ന വിഷ്ണുവേട്ടനെ തന്നെ ഒരു സംശയവും വേണ്ട, ഞാൻ സ്വന്തമാക്കിയിരിക്കും. പിന്നെ ഈ വീട്ടിൽ ആര് വീഴണമെന്ന് വാഴണമെന്ന് ഞാൻ തീരുമാനിക്കും. ഈ കാർത്തിക വലിച്ചു പുറത്തിടും ഈ മൂന്നിനെ ഞാൻ ഈ വീട്ടിൽ നിന്ന്. നീ കരുതിയിരുന്നോ? കുഞ്ഞേച്ചി, മോള് പേടിച്ചോ? പേടിക്കണ്ട കേട്ടോ. ചേച്ചിയമ്മയല്ലേ ഇവിടെ? കുഞ്ഞേച്ചി, ആ മുഹൂർത്തം കുറിക്കപ്പെടില്ല ശ്യാമേ, കുറിക്കപ്പെടാൻ പാടില്ല. കുട്ടികൾ മനസ്സുകൊണ്ടൊന്നായതാ. പക്ഷെ അതുപോരല്ലോ. ജ്യോതിഷശാസ്ത്രപ്രകാരം ഇരുവരും തമ്മിലുള്ള നാൾപ്പൊരുത്തം കൂടി ഒന്ന് നോക്കിക്കൊള്ളണം. ഇപ്പോഴത്തെ പുതിയ തലമുറ അതൊന്നും കാര്യമാക്കണില്ല. അതിന്റെ ഫലവും അവർ അനുഭവിക്കണുണ്ട്. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച തികയുന്നതിന് മുമ്പ് രണ്ടുപേരും കോടതി വരാന്തല്ല. ഇതെല്ലാം നോക്കി നടത്തിയിട്ടുള്ളവരും കോടതി വരാതെ നിൽക്കുന്നുണ്ട്. അതവരുടെ ജന്മരാശിയുടെ ദോഷമാരാകുമോ സാറേ?
പിന്നെ കുടുംബജീവിതം പൂർണ്ണമാകണമെങ്കിലേ നാൾ പൊരുത്തം മാത്രം നോക്കിയാ പോരാ, ഭാഗ്യവും വേണം. വന്നു കയറുന്നവർ നന്നായില്ലെങ്കിലേ നിന്നവർ പുറത്തു പോകേണ്ട അവസ്ഥയാണല്ലോ ഇപ്പൊ എല്ലായിടത്തും. വന്നു കയറുന്ന പെണ്ണിന്റെ രാശി അത് നന്നായില്ലെങ്കിൽ എല്ലാം പോയില്ലേ. ജോത്സ്യരെ വിളിച്ചു വരുത്തിയത് എന്റെ മകൻ വിഷ്ണുവിന്റെ കല്യാണം പൊരുത്തം നോക്കി നടത്താനാ, അല്ലാതെ ജ്യോതിഷശാസ്ത്രം കേൾക്കാൻ വേണ്ടിയല്ല. എന്നാ കാര്യത്തിലേക്ക് കിടക്കാം. 10 ഒരു 7 പൊരുത്തം ഉണ്ടെങ്കില് ബാക്കി നമുക്ക് പ്രാർത്ഥനയും വഴിപാടും കൊണ്ടൊക്കെ ഒപ്പിക്കാവുന്നതാണ്. വിവാഹം നടന്നുപോയതുകൊണ്ട് ഇനി ചേർക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെയും ചെയ്യാം. ജ്യോത്സ്യം സത്യമാണ് രാഘവൻ സാറേ. അത് പക്ഷേ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത് ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്തവരാണ്. എവിടെ നമ്മുടെ വരനെ കണ്ടില്ലല്ലോ. വിഷ്ണു, വിഷ്ണു, ഇങ്ങു വാ. ഇതാ എന്റെ മോൻ വിഷ്ണു. ഇരിക്കടാ. ഇതാ അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി. അല്ല, രണ്ടുപേരും ഇങ്ങനെ 2 ധ്രുവങ്ങളിൽ നിന്നാൽ എങ്ങനെയാ? നിങ്ങളൊന്ന് ചേർന്നിരിക്കൂ. ആദ്യം നോക്കേണ്ടത് രണ്ടുപേരുടെയും മനസ്സിന്റെ പൊരുത്തമാ. അതുണ്ടെങ്കിലേ മറ്റെന്ത് പൊരുത്തവും നോക്കിയിട്ട് കാര്യമുള്ളൂ. മോളെ, അങ്ങോട്ട് പോയിരിക്കേ. ഇരിക്കേ. സാക്ഷാൽ വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും പോലെ തന്നെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.